ഇനി തൊട്ട് പഴയതുപോലെ ഒരു പരസ്യവും ചെയ്യാൻ പറ്റില്ല. സൂക്ഷിച്ച് വേണം സ്ക്രിപ്റ്റ് എഴുതാനും ഷൂട്ട് ചെയ്യാനും. പറഞ്ഞു തരുന്നത് വേറൊന്നുമല്ല, സുപ്രീം കോടതി വിധി പ്രകാരം സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് വേണം ഏതൊരു പരസ്യവും പുറത്തിറക്കാൻ. അതായത് ഏത് പരസ്യത്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ. ഇത് വന്നു കഴിഞ്ഞുള്ള ഒരു മെയിൻ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് സിസ്റ്റം ഉണ്ടാവാനും അതുപോലെ തന്നെ റെസ്പോൺസിബിൾ അഡ്വർടൈസിംഗ് പ്രാക്ടീസസിനും ഒക്കെ വളരെ നല്ലതാണ്. മാർക്കറ്റിംഗ് ഏജൻസീസ്, ബിസിനസ് അഡ്വർടൈസേഴ്സ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻസ്, ആഡ് കമ്പനി, അങ്ങനെ ആരിനി പരസ്യം എടുത്താലും പബ്ലിഷ് ചെയ്യും മുന്നേ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയുടെ പോർട്ടലിൽ ചെന്ന് സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. ഇനി അഡ്വർടൈസ്മെന്റിനെ നമ്മൾ രണ്ടായിട്ടാണ് പ്രധാനമായും കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഇന്റർനെറ്റ്, പ്രിന്റ്, അതുപോലെ രണ്ടാമത്തത് ടെലിവിഷൻ, റേഡിയോ. ഈ ഇന്റർനെറ്റ്, പ്രിന്റിന് എങ്ങനെയാ സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ് പോർട്ടലിൽ ചെല്ലുക. അവിടെ ഹോം പേജിൽ കയറിയിട്ട് സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ അഡ്വർടൈസേഴ്സിൽ കയറുക. ഇമെയിൽ ID പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ലെറ്റർ ഓഫ് ഓതറൈസേഷനും കൂടാതെ തന്നെ നമ്മുടെ അഡ്വർടൈസ്മെന്റിന്റെ സ്ക്രിപ്റ്റും വീഡിയോയും ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതൊക്കെ കൂടാതെ നമ്മുടെ അഡ്വർടൈസ്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യണം. വീഡിയോ ലിങ്ക്, സ്ക്രിപ്റ്റ്, അഡ്വർടൈസ്മെന്റിന്റെ ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത്. ബ്രോഡ്കാസ്റ്റ് സേവ വെബ് പോർട്ടലിൽ ചെന്നിട്ടാണ് ഇതിന്റെ സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞുള്ള ഒരു പ്രധാന ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് കൺസ്യൂമേഴ്സിനെ മിസ്ലീഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവരുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും വളരെ നല്ലതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു നെഗറ്റിവിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു പരസ്യം ഇറക്കണമെങ്കിൽ അല്ലെങ്കിൽ ട്രെൻഡിനൊപ്പം പെട്ടെന്ന് ഒരു അഡ്വർടൈസ്മെന്റ് ഇറക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്.